സോ നമുക്ക് തുടങ്ങാം. ഒരു നമുക്ക് ഒരു ഇൻക്ലൈൻ പ്ലെയിൻ വരയ്ക്കാം. ഈ ഇൻക്ലൈൻ പ്ലെയിനിൽ ഒരു ഒബ്ജക്റ്റിനെ ഞാൻ കൊണ്ടുവയ്ക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഒബ്ജക്റ്റ് താഴേക്ക് വരുന്നത് ഉരുണ്ട മീൻസ് ഇപ്പൊ ഒരു ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പോ ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു ഒബ്ജക്റ്റിന് താഴേക്ക് വരാൻ കാരണമാക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഇതിന്റെ വെയിറ്റ് കാരണം ഇത് താഴേക്ക് ഉരുണ്ട് വരും. ദാറ്റ് വെയിറ്റ് ഈസ് mg. പക്ഷെ mg ആക്ട് ചെയ്യുന്നത് കറക്റ്റ്ലി ഇങ്ങനെ ആയിരിക്കും. ഇതിന്റെ ഒരു കമ്പോണന്റ് മാത്രമായിരിക്കും എന്ത് ചെയ്യുള്ളൂ, ഇങ്ങനെ mg ആക്ട് ചെയ്യുന്നത് ഇതിന്റെ കറക്റ്റ്ലി താഴേക്കായിരിക്കും. ബട്ട് ഇതിലൊരു കമ്പോണന്റ് മാത്രമാണ് എന്ത് ഹെൽപ്പ് ചെയ്യുന്നത്, ഇതിനെ താഴേക്ക് ഇങ്ങനെ വലിച്ചു കൊണ്ടുവരുന്നത്. ദാറ്റ് മീൻസ് ഈ ഒരു കമ്പോണന്റ്, ഒരു കമ്പോണന്റ് ഇതിനെ പിടിച്ചു നിർത്താൻ നോക്കും. ആ കമ്പോണന്റ് ആണ് ഇതിന്റെ ആ കമ്പോണന്റ് കാരണമാണ് അവിടെ ഒരു നോർമൽ റിയാക്ഷൻ വരുന്നത്. ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം. ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണ്. അപ്പോ സോ അതുകൊണ്ട് തന്നെ ഇത് mg കോസ് തീറ്റയാണ്. അതേപോലെ ഇത് mg സൈൻ തീറ്റയാണ്. ഇത് നോർമലാണ്. സോ ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നോർമൽ mg കോസ് തീറ്റ ആൻഡ് mg സൈൻ തീറ്റ ഇങ്ങനെയാണ് വന്ന് കിടക്കുന്നത്. mg സൈൻ തീറ്റ, mg കോസ് തീറ്റ ആൻഡ് നോർമൽ. ഇനി ഇവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ ആ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇതിനെ ഇങ്ങനെ ഒപ്പോസ് ചെയ്ത് നിർത്തും. ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടി വരികയാണെങ്കിൽ ആ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇതിനെ ഒപ്പോസ് ചെയ്ത് നിർത്തും. സോ ഇവിടെ n എന്ന് പറയുന്നത് mg കോസ് തീറ്റയോട് ഈക്വൽ ആയിരിക്കാം. അതുപോലെ തന്നെ ഫ്രിക്ഷണൽ ഫോഴ്സിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് വേണം mg സൈൻ തീറ്റ ആക്ട് ചെയ്യേണ്ടത്. സോ ഫ്രിക്ഷണൽ ഫോഴ്സ് മുകളിലേക്കും mg സൈൻ തീറ്റ താഴേക്കും. ബാക്കി വരുന്ന എന്ത് ഫോഴ്സ് ആണോ അതിന്റെ മാസ് ഇൻറ്റു ആ ആക്സിലറേഷനിൽ ഇത് താഴോട്ട് വരും. ഇങ്ങനെയാണ് രണ്ട് ഇക്വേഷൻസ് ഇതിനകത്ത് വരും. അതായത് ഒന്നുകൂടി പറഞ്ഞുതരാം, നോട്ട് ചെയ്യാം. ഈ ഒബ്ജക്റ്റിന്റെ മാസ് ആണ് എന്ത്, mg. മാസ് ഇൻറ്റു ഗ്രാവിറ്റി, വെയിറ്റ്. അതിലൊരു കമ്പോണന്റ് ആണ് mg കോസ് തീറ്റ. ആ കമ്പോണന്റ് ആണ് അതിനെ പിടിച്ചു നിർത്തുന്നത്. സോ ആ കമ്പോണന്റിന് നേരെ നോർമൽ റിയാക്ഷൻ ഉണ്ടാവും, mg കോസ് തീറ്റ വിച്ച് വിൽ ബി ഈക്വൽ ടു നോർമൽ റിയാക്ഷൻ. ഇതിലെ ഒരു കമ്പോണന്റ് mg സൈൻ തീറ്റ ഇതിനെ താഴേക്ക് വലിച്ചു കൊണ്ടുവരും. mg സൈൻ തീറ്റ ഇതിനെ താഴേക്ക് വലിച്ചു കൊണ്ടുവരും. ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ് F, അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് വേണം ഇതിനെ വലിച്ച് താഴേക്ക് കൊണ്ടുവരാൻ. ആൻഡ് വിച്ച് വിൽ ബി ഈക്വൽ ടു ദാറ്റ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഷിൻസ ഇവിടെ എത്തിയോ? സോ ഈ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സിനെ ഒപ്പോസ് ചെയ്ത് കൊണ്ട് mg സൈൻ തീറ്റ ആക്ട് ചെയ്യും. അങ്ങനെ അത് താഴേക്ക് വരും. നിങ്ങൾ തന്നെ ഒരു കാര്യം ആലോചിച്ച് നോക്കും. ഇപ്പം സ്ലോപ്പിൽ ടൈൽസ് ആണ് പതിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ നമ്മൾ ഒരു ടയർ കൊണ്ട് വെക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിക്ഷൻ ഇല്ല എങ്കിൽ ഇത് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വരും, നിരങ്ങി വരും, സ്ലൈഡ് ചെയ്ത് വരും. ഫ്രിക്ഷൻ ഉണ്ടെങ്കിലാണ് അതിന് ചിലപ്പോൾ റോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മള് ബ്രേക്ക് ചെയ്തു എന്ന് വിചാരിക്കും. ചില സമയത്ത് സ്ലോപ്പിലൂടെ ടയർ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ റോൾ ചെയ്യാതെ ടയർ അങ്ങ് നിരങ്ങിക്കൊണ്ട് സ്ലൈഡ് ചെയ്തുകൊണ്ട് താഴേക്ക് വരും ചില സമയങ്ങളിൽ. അപ്പൊ വണ്ടി നമ്മള് ഇറക്കത്തില്, നല്ല ഇറക്കത്തില് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ സ്ലൈഡ് ചെയ്തുകൊണ്ട് താഴേക്ക് വരും, റോൾ ചെയ്യാൻ പറ്റാണ്ടാവും. അപ്പൊ റോളിങ്ങിന് സഹായിക്കുന്നത് ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിക്ഷൻ ആണ്. ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് ഇതിനെ ഇങ്ങനെ റോൾ ചെയ്യാൻ സഹായിക്കുന്നത്. ഇപ്പൊ ചളിയൊക്കെ ഉള്ള സമയത്ത് ചില സമയത്ത്
ഇത് മൊത്തം ചളിയാണ്, ഭയങ്കര സ്മൂത്ത് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിക്ഷൻ ഇല്ല എങ്കിൽ ടയർ ചിലപ്പോൾ സ്ലൈഡ് ചെയ്യാനുള്ള സാധ്യത. എന്താ സ്ലൈഡിങ് എന്ന് പറഞ്ഞാൽ? നിരങ്ങ്, വിത്തൗട്ട് റോളിങ്, കറങ്ങാണ്ട്. ഫ്രിക്ഷൻ വേണം. ഫ്രിക്ഷൻ ഉണ്ടെങ്കിലാണ് എന്ത് ചെയ്യുള്ളൂ, ഇത് ഇങ്ങനെ റോൾ ചെയ്തു. പറഞ്ഞ ആരും മനസ്സിലായോ? പറഞ്ഞ മനസ്സിലായോ? ഒന്നുകൂടി പറയൂ. ശരി. ഇപ്പൊ നല്ല ചളിയുള്ള റോഡ് അല്ലെങ്കിൽ നല്ല എന്താ പറയാ വഴുക്കുന്ന അല്ലെങ്കിൽ ഫ്രിക്ഷൻ കുറവായിട്ടുള്ള റോഡിലൂടെ ഒരു വണ്ടി താഴേക്ക് വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് സ്ലൈഡ് ചെയ്തു പോകും. സ്ലൈഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറങ്ങാണ്ട്, എന്താ പറയാ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിരങ്ങി പോവാ, ഉരുതി പോവാ എന്നൊക്കെ പറയത്തില്ല, അങ്ങനെ പോകും. ബട്ട് നല്ല ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ, അത്യാവശ്യം നന്നായിട്ട് ടാർ ചെയ്ത റോഡാണ്, വലിയ വഴുക്കലൊന്നുമില്ല, ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ ബ്രേക്ക് ചെയ്താലും ചിലപ്പോൾ ഇത് കറങ്ങി തന്നെ പോകും, ടയർ കറങ്ങി തന്നെ പോകും. മനസ്സിലായോ? അപ്പൊ ഫ്രിക്ഷൻ ആണ് റോളിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത്. മനസ്സിലായോ? ഫ്രിക്ഷൻ ആണ് അതിന് കറങ്ങാൻ സഹായിക്കുന്നത്. ഇപ്പൊ റോഡ് ഭയങ്കര സ്ലിപ്പാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോളിംഗ് ഭയങ്കര സ്മൂത്ത് ആയി നടക്കണം എന്നില്ല. ഇതിന് റോളിങ്ങിന് പ്രോപ്പർ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഫ്രിക്ഷൻ ആണ്. ഇപ്പൊ നല്ല മഴയത്ത് ഇപ്പൊ വണ്ടി പോകുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ടയർ സ്ലിപ്പായി പോവാറില്ലേ? കാരണം എന്താ? ഫ്രിക്ഷൻ കുറവാവുന്ന സമയത്താണ് അങ്ങനെ സ്ലിപ്പായി പോകുന്നത്, അഥവാ സ്ലൈഡ് ചെയ്ത് പോകുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ? എല്ലാവരും ഓക്കെ ആണോ? പറഞ്ഞ ആരും കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ക്ലിയർ? ഹലോ. സോ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ n ഈക്വൽ ടു mg cos തീറ്റ ആൻഡ് f മൈനസ് mg sin തീറ്റ വിച്ച് വിൽ ബി ഈക്വൽ ടു ദാറ്റ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ. സോ ഈ ഒരു ഫോർമുലയാണ് നമുക്ക് അറിയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ദാറ്റ് മീൻസ് ആ ഒരു ടയറിന്റെ റേഡിയസ് എന്ന് പറയുന്നത് വിച്ച് വിൽ ബി ഈക്വൽ ടു ആ ഒരു സംഭവമാണ് ഇതിനെ കറങ്ങാൻ സഹായിക്കുന്നത്, അഥവാ ഇവിടത്തെ ടോർക്ക്. ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ഈക്വൽ ടു, ടോക്കിന്റെ ഫോർമുല എന്താണ്? ഐ ആൽഫ. അപ്പൊ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് ഇവിടെ ഐ ആൽഫ പ്രൊവൈഡ് ചെയ്യുന്നത്. ദാറ്റ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു frictional force into perpendicular distance is equal to that torque and is equal to I into alpha. I into alpha. So ഈ ഫ്രിക്ഷണൽ ഫോഴ്സും ആ ടയറിന്റെ, ഒരു ടയർ ഇതിന്റെ റേഡിയസും ഇവിടെ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സും അതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും ആണ് ഇതിനെ കറങ്ങാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അഥവാ ഇവിടെ ഒരു ടോർക്ക് ഉണ്ടാക്കുന്നത്. അപ്പൊ ടോർക്ക് എന്ന് പറയുന്നത്, torque is nothing but I alpha. അപ്പൊ torque is equal to nothing but I alpha. അപ്പൊ force is equal to I alpha by R. Okay, I alpha by R. What is alpha? Alpha, see, V is equal to R omega. Similarly, alpha is equal to A is equal to R alpha. ഈ ഫോർമുല അറിഞ്ഞിരിക്കണം. V is equal to R omega and A is equal to R alpha. And alpha is equal to A by R. So this formula become I into A by R into R. So it's become I into A by R square. That's a formula for that force. We just
substitute the value of f is equal to what? IA by r square on equation number 2. On equation number 2. Equation number 2 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ ഈ ഇക്വേഷൻ എങ്ങനെയാവും? എഫിന് പകരം എന്ത് കൊടുക്കുക? IA by r square minus mg sin theta, which will be equal to that mass into acceleration. Okay, that mass into acceleration. അഥവാ IA by r square സോറി കേട്ടോ, ഇതിന് എന്താ പറയാ, ഇങ്ങനെ ആവുന്ന സമയത്ത് റോൾ ഈസി ഈക്വേഷൻ എന്താ പറയാ, എഫ് മൈനസ് എം ജി സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എം എന്ന് എഴുതുന്ന സമയത്ത് ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് വലുതും ഇത് ചെറുതും ആണെങ്കിൽ താഴേക്ക് വരില്ല. എഫ് മൈനസ് എം ജി സൈൻ തീറ്റ എന്ന് എഴുതുമ്പോ ഓക്കെ, രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, ഇത് വേണമെങ്കിലും നമുക്ക് നെഗറ്റീവ് എടുക്കാം. പക്ഷെ എം ജി സൈൻ തീറ്റ വലിയ വാല്യൂ എഫിന്റെ വാല്യൂ ചെറുതുമാണെങ്കിൽ, ഫ്രിക്ഷണൽ ഫോഴ്സിനേക്കാൾ കൂടുതലാണ് എം ജി സൈൻ തീറ്റ ആണ് എങ്കിൽ മാത്രമാണ് ഇത് താഴേക്ക് വരത്തുള്ളൂ. അതുവരെ അത് അവിടെ നിൽക്കും. ഇഫ് എം ജി സൈൻ തീറ്റ ഈസ് ഗ്രേറ്റർ ദാൻ എഫ്, then it rolls down with mass into acceleration. Otherwise it will stay. അപ്പോൾ ഇങ്ങനെ ആവും കേട്ടോ ഇക്വേഷൻ എന്ന് പറയുന്നത്. എം ജി സൈൻ തീറ്റ മൈനസ് എഫ് ഇസ് ഈക്വൽ ടു ദാറ്റ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ. whenever എം ജി സൈൻ തീറ്റ which will be greater than എഫ്, അങ്ങനെ ആവുന്ന സമയത്ത് മാത്രമേ ഇതിന് താഴേക്ക് വരാൻ പറ്റത്തുള്ളൂ. So equation will be like this, not simply like this. This is just mg sin theta minus f, which will be equal to mass into acceleration. That because mg sin theta is greater than the frictional force, so mg sin theta component will helps to slide the roll the object down. That means mg sin theta കാരണമാണ് താഴേക്ക് വരുന്നത്. But frictional force helps to roll. Okay. But finally ഇത് താഴേക്ക് റോൾ ചെയ്ത് വരുന്നു because mg sin theta is greater than that of that frictional force. So mg sin theta minus f is equal to ma. അവിടെ നമ്മൾ എന്ത് കൊടുക്കും? I into mg sin theta which will be equal to ma plus f, അഥവാ ma, എഫിന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? IA by r square and a m plus I by r square, that's equal to mg sin theta, or a is equal to mg sin theta divided by m plus I by r square. That's a formula for acceleration. Okay, clear ആണോ? എന്തെങ്കിലും ഒന്ന് പറയൂ. മനസ്സിലായോ? മനസ്സിലായി. ഇതിൽ എം എടുത്ത് പുറത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഇതിന്റെ ഇക്വേഷൻ ഒന്ന് മാറ്റാം. നോക്കിയേ, ജി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എം, അപ്പൊ മറ്റേതിൽ എം ഇല്ല, അപ്പൊ എം ബൈ ആർ സ്ക്വയർ. അപ്പൊ ഇതെങ്ങനെയാവും? ജി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഐ ബൈ എം ആർ സ്ക്വയർ. ഓക്കെ, ഇങ്ങനെയാവും. ഇനിയാണ് ക്വസ്റ്റ്യൻ കുറച്ചുകൂടി നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. ഇതിനകത്ത് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഓക്കെ, മാസ് ഇൻറ്റു ആക്സിലറേഷൻ. വാട്ട് ഈസ് മാസ്? Here I is equal to mr square.
and m is equal to what? I by r square. So that means I by r square into a. എയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കും? എയുടെ സ്ഥാനത്ത് g sin theta divided by 1 plus I by mr square. ഇങ്ങനെയാവും. ഇതിനെ വീണ്ടും നമ്മൾ ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ I by r square into g sin theta into mr square plus I by whole divided by mr square. താഴെ ഒന്ന് rearrange ചെയ്തു. So it's become I into I by r square into മുകളിലേക്ക് വരും mr square g sin theta divided by I plus mr square. ഇതിൽ r square കട്ടായി പോകും. And this equation become I into m into g into sin theta divided by I plus mr square. Clear ആണോ? നോക്കിയോ? നോട്ട് ഇറ്റ്. എക്ക് പകരം ജി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ദിസ് ഫോർമുല ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നോട്ട് ചെയ്ത് വെക്കുക. ആക്സലറേഷന്റെ ആ ഫോർമുലയിലെ ഡിനോമിനേറ്റർ 1 plus I by mr square. അതെ. അപ്പൊ ഈ mr square കട്ട് ചെയ്യാൻ പറ്റില്ലേ? ഏത് mr square? ആ എന്റെ ഫോർമുലയില് ഡിനോമിനേറ്റർ. ഏത് mr square കട്ട് ചെയ്ത് കാണാൻ പറ്റില്ല എന്ന് പറയണത്? 1 plus I by mr square അല്ലേ? I equal to mr square അല്ലേ? അങ്ങനെ കട്ട് ചെയ്ത് കളയാൻ പറ്റത്തില്ല. ഇവിടെ ഞാൻ ഐ അല്ലല്ലോ ഇതിരിക്കുന്നത്. ഇവിടെ ഈ ഇവിടെ ഐ എന്ന് പറയുന്നത് ഇപ്പം അങ്ങനെ ജനറലി ഐ ഈസ് ഈക്വൽ ടു mr സ്ക്വയർ എന്ന് പറഞ്ഞ് നമുക്ക് കട്ട് ചെയ്ത് കളയുന്നത് ജനറലി ഒരു ഇക്വേഷൻ, അതായത് ഇപ്പം ജനറലി ഇപ്പം ഇതിനെ ഡയറക്ട്ലി ഇത് ഈക്വൽ ആണ് എന്നുള്ളത് കൊണ്ട് അങ്ങനെ കട്ട് ചെയ്ത് കളയുന്നതിൽ ശരിയല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് ഇത് ഒരു ജനറൽ ഇക്വേഷൻ മാത്രമാണ്. അങ്ങനെ അതുകൊണ്ട് ആ സാധനത്തിന് അങ്ങനെ കട്ട് ചെയ്ത് കളയാൻ പറ്റത്തില്ല. മൂമെന്റ് ഓഫ് ഈ mr സ്ക്വയർ എന്ന് പറയുന്ന സാധനം ഇപ്പൊ മാസ് ഡിസ്ട്രിബ്യൂഷൻ, ദിസ് ഈസ് എ ജനറൽ ഫോർമുല. ഇനി ഈ സാധനം വട്ടത്തിലുള്ള സാധനത്തിന് പകരം വേറെ എന്തെങ്കിലും സാധനമൊക്കെ കൊണ്ടുവച്ചാൽ, ഇതേ മാസ് ഉള്ള സാധനം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ഇതിൽ വേരിയേഷൻ ഒക്കെ ഉണ്ടാവും. ഇതൊരു ജനറൽ ഇക്വേഷൻ മാത്രമാണ്. ഐ ഈസ് ഈക്വൽ ടു mr സ്ക്വയർ ആണ് എന്ന് പറഞ്ഞ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെക്കുന്ന ഒബ്ജക്റ്റിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. ഓക്കെ, അപ്പോ വെക്കാൻ പോകുന്ന ഒബ്ജക്റ്റിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ നമുക്കത് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. വെക്കുന്ന ഒബ്ജക്റ്റിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ജനറലി അങ്ങ് കട്ട് ചെയ്ത് കളയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. വെക്കുന്ന ഒബ്ജക്റ്റ് കറക്റ്റ്ലി mr സ്ക്വയറിലുള്ള ഐ ഈസ് ഈക്വൽ ടു mr സ്ക്വയറിലുള്ള സാധനം ആണെങ്കിൽ മാത്രമാണ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ mr സ്ക്വയർ ബൈ 2 ആണെങ്കിൽ കട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഐ ഈസ് ഈക്വൽ ടു ചിലപ്പം 2/5 mr സ്ക്വയർ ആവാം. ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദിസ് ഒബ്ജക്ട് ദാറ്റ് വി ആർ ഗോയിങ് ടു പ്ലേസ്. സോ വി ക്യാൻ കൺക്ലൂഡ് ഇറ്റ്സ് എ ജനറൽ വൺ. ഒരു ഇപ്പൊ ഡിസ്ക് ഒക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല ഡിസ്ക് അല്ല, റിംഗ് ആണെങ്കിൽ ഐ ഈസ് ഈക്വൽ ടു mr സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കട്ട് ചെയ്ത് കളയാൻ പറ്റും. ഓക്കെ, നമ്മളിവിടെ എങ്ങനെയാണ് അറിയോ? നേരത്തെ ഈ സാധനത്തിന് എവിടെ ഇവിടെ ഈ മാസ് ഇൻറ്റു ആക്സിലറേഷന് mr സ്ക്വയർ എന്ന് കൊടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇവിടെ I is equal to ഒരു സർട്ടൈൻ പോയിന്റിൽ നിന്നും ഒരു മാസ് M ഉണ്ട്, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് R ആണെങ്കിൽ we just put that I is equal to that M into R square എന്ന് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ ശരിക്കും എക്സാക്ട്ലി ഈ രണ്ട് വാല്യൂസും ഈക്വൽ ആണെന്ന് പറഞ്ഞ് നമുക്ക് അങ്ങനെ കട്ട് ചെയ്യാൻ പറ്റത്തില്ല. This I will be depends on which object that we are going to place. നമ്മൾ ഏത് ഒബ്ജക്റ്റിന് പ്ലേസ് ചെയ്യുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇതില് ഈ ഇക്വേഷനെ കുറച്ചും കൂടി റീഅറേഞ്ച് ചെയ്യാനുണ്ട്. മുകളിലും താഴെയും I വെച്ച് നമ്മൾ എന്ത് ചെയ്യും പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യും. അതായത് ഇവിടെ I വെച്ച് ഡിവിഷൻ നടത്തും. mg sin theta divided by. അപ്പൊ I കട്ടായി പോകും. എന്നിട്ട് ഇക്വേഷൻ എങ്ങനെയാവും എന്ന് പറഞ്ഞാൽ mg sin theta divided by 1 plus mr square divided by I. ഇങ്ങനെയാവും equation will be like this. ഇങ്ങനെയാവും. സോ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, I എന്ന് പറയുന്നത് mr square, it's not equal to mr square. It's basically not equal to mr square. I will be ഇപ്പോ ഇപ്പൊ ഒരു ഒബ്ജക്റ്റിന്റെ മാസ് ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെ കറക്റ്റ്ലി M, this is M, this is R, R. If this ഇതിങ്ങനെ വെട്ടി കുറച്ചു R/2 R/2 ആക്കി, സോ ഇതിന്റെ I വാല്യൂ ചേഞ്ച് ചെയ്യും. അതേപോലെ തന്നെ ഇപ്പോ ഉരുണ്ടു വരുന്ന സാധനം ഇങ്ങനെയാണെങ്കിൽ ഓക്കെ. ഉരുണ്ടു വരുന്ന സാധനം ഡിസ്ക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ I എന്ന് പറയുന്നത് mr²/2 ആവും. ഇനി ഉരുണ്ടു വരുന്ന സാധനം സ്ഫിയർ ആവുമ്പോ സമയത്ത് അതിന്റെ വാല്യൂ അത് എന്തായി പോകും, 2/3 mr² ആയി. ഇനി ഉരുണ്ടു വരുന്ന സാധനം സോളിഡ് ആവുന്ന സമയത്ത് ഇറ്റ്സ് ബിക്കം 2/5 mr² ആവും. അങ്ങനെ ഇത് ഓരോന്നും ഇതിന്റെ മാസ് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ചിട്ട് I വാല്യൂ ചേഞ്ച് ആവും. ആ I വാല്യൂവിനെയാണ് ഈ I വാല്യൂ റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? വിനായകൻ, ഹലോ. ഓക്കെ, അപ്പൊ ഇതൊരു ജനറൽ ഫോർമുല മാത്രമാണ്. ഇത് ഫോഴ്സിന്റെ ജനറൽ ഫോർമുലയാണ്. ഇത് ഫോഴ്സിന്റെ ജനറൽ ഫോർമുലയാണ്. ഇത് ആക്സിലറേഷന്റെ ജനറൽ ഫോർമുലയാണ്. ആക്സിലറേഷന്റെ ജനറൽ ഫോർമുലയാണ്. ഓക്കെ, ഇത് ആക്സിലറേഷന്റെ ജനറൽ ഫോർമുലയാണ്. നോട്ട് ഇത് പഠിച്ചു വെക്കണം. ഇത് ഫോഴ്സിന്റെ ജനറൽ ഫോർമുല. ഫോഴ്സിന്റെ ജനറൽ ഫോർമുല. ഓക്കെ, നോട്ട് ഇറ്റ്. Force and this is acceleration. Acceleration and force പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അടുത്തൊരു ഫോർമുലയിലേക്ക് പോകാനുണ്ട്. mu. What do you mean by mu? Coefficient of friction. Mu into n ആണ് F. Mu is equal to F by n. F by n. അഥവാ mg sin theta divided by 1 plus mr² by I നെ 1/n വെച്ച് ഡിവിഷൻ നടത്തും. അഥവാ n is nothing but what? n ന്റെ വാല്യൂ എന്താ? n എന്താണ്? n എന്താ? n is what? mg cos theta. mg cos theta. അപ്പൊ n ന് പകരം എന്ത് കൊടുക്കാം? mg cos theta. അപ്പൊ എന്ത് കിട്ടും? 1/,
mg cos theta into mg sin theta all divided by 1 plus mr square by I. Cos theta, sin theta by cos theta, mg get cancelled and answer become tan theta. And this will be like this. Clear? That's a coefficient of friction. Tan theta divided by 1 plus mr square divided by I. This is mu tan theta. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? നോട്ട് ഇറ്റ്. മൂന്ന് ഫോർമുലാസ് ആണ് പഠിച്ചത്. മൂന്നും നോട്ട് ചെയ്ത്. നോട്ട് ഇറ്റ്. നോട്ട് ചെയ്താ പറയൂ. കഴിഞ്ഞോ? എന്തൊക്കെയാണ് പഠിച്ചത്? കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, പിന്നെ ഫോഴ്സ് ആൻഡ് ആക്സിലറേഷൻ. മൂന്നും നോട്ട് ചെയ്ത് വെക്കാം. ഫോഴ്സ്, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആൻഡ് ആക്സിലറേഷൻ. What's the formula for acceleration? What's the formula for acceleration? എന്താണ് ആക്സിലറേഷന്റെ ഫോർമുല? g sin theta by 1 plus I by mr square. mr square. What's the formula for force? m into acceleration. That means mg sin theta divided by 1 plus mr square by I. Okay. What's the formula for mu? Mu, coefficient of friction. Tan theta. What's the formula? Theta divided by 1 plus mr square by I. Tan theta divided by 1 plus mr square by I. So I am going to discuss detailing by using some examples. Okay, we need to explain it detailing. Okay, we need to explain detail. So at that time, whenever when I increases, see ശ്രദ്ധിക്കുക, ഇതിനകത്ത് ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we can conclude by like this: g sin theta divided by 1 plus I by mr square. I by mr square. അങ്ങനെയാണ് ഫോർമുല. സോ I is നമ്മുടെ ഐ വാല്യൂവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. റിംഗ് എടുത്തു. റിംഗിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഈസ് mr square. I is equal to mr square. So this equation become g sin theta divided by 1 plus mr square by mr square. Get cancelled and it's become g sin theta divided by 1 plus 1, which is equal to g sin theta divided by 2, which is equal to g by 2, 0.5. 1 by 2 is 0.5 g sin theta. 0.5 g sin theta. For ring, if ring is placed in a sliding surface, it will slides with acceleration 0.5 g sin theta. What about this disk? G sin theta divided by 1 plus I by mr square, which will be equal to g sin theta divided by 1 plus mr square divided I. What's the formula? This mr square by 2. So what will be the answer? G sin theta divided by 1 plus mr square get cancelled, 1 by 2. And this answer become g sin theta divided by 2 plus 1 by 2, which will be equal to 2 by 3 g sin theta. Which will be greater, 2 by 3 g sin theta or 0.5 g sin theta? Which will be greater? ഏതാ?
ഏതാ വലുത്? ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ? ഏതാ വലുത്? 2/3. 2/3 ആണ്. It's 0.666 g sin theta. 0.666 g sin theta. അല്ലേ? ഹലോ, അപ്പൊ എന്താ സംഭവിക്കുക? ഡിസ്കിന് കൂടുതൽ ആക്സിലറേഷൻ. ഇനി ഡിസ്കിന് പകരം ഞാനൊരു ഫോർ എക്സാമ്പിൾ ഒരു സ്പിയർ കൊണ്ടുവന്നു. അപ്പൊ g sin theta divided by 1 plus I by mr square formula remains same. G sin theta divided by 1 plus 2/3 mr square. That's a formula for all a sphere. And this answer becomes g sin theta divided by എത്ര വരും? mr square പോയി 3 plus 2/3. It's equal to g sin theta divided by 3/5. Equal to 3/5 g sin theta. 3/5 g sin theta. It's 0.6 g sin theta. കുറഞ്ഞു, വീണ്ടും കുറഞ്ഞു. അപ്പം ഐ വാല്യൂ mr square by 2 2/3 mr square ഐ വാല്യൂ കൂടി കഴിഞ്ഞാൽ ആക്സിലറേഷൻ എന്ത് സംഭവിക്കും? What happened to acceleration? ഐ വാല്യൂ കൂടി കഴിഞ്ഞാൽ ആക്സിലറേഷൻ എന്ത് സംഭവിക്കും? ഐ വാല്യൂ കൂടിയ ആക്സിലറേഷൻ എന്ത് സംഭവിക്കും? കൂടോ കുറയോ? യെസ്. ഐ വാല്യൂ കൂടിയ ഡിനോമിനേറ്റർ വലുതാവും, ഇവിടെ വാല്യൂ വലുതാവും. ഇവിടെ ഐ വാല്യൂ കുറഞ്ഞപ്പോ ഡിനോമിനേറ്റർ ചെറുതായി, മൊത്തത്തിൽ ഡിനോമിനേറ്റർ ചെറുതായി. ഡിനോമിനേറ്റർ ചെറുതായ ആൻസർ വലുതാവും, ആക്സിലറേഷൻ കൂടും. അപ്പൊ ഐ വാല്യൂ 2/3 ആയിരുന്നു, 1/2 2/3 ആയി കൂടിയപ്പോൾ ഡിനോമിനേറ്റർ ഒന്ന് ചെറുതായി. നേരത്തെ എഴുതിയതിനെ വെച്ച് നോക്കുമ്പോൾ 0.6 ആയി. അപ്പൊ ആക്സിലറേഷൻ കുറഞ്ഞു. ഡിനോമിനേറ്റർ ചെറുതാവുക എന്നുള്ളതാണ് ആക്സിലറേഷൻ കൂടാനുള്ള സാധ്യത. അഥവാ ഐ വാല്യൂ കൂടുക എന്ന് പറയുമ്പോൾ ഐ വാല്യൂ കൂടി കഴിഞ്ഞാൽ ഈ മൊത്തം ഡിനോമിനേറ്റർ കൂടും. ഡിനോമിനേറ്റർ കൂടി കഴിഞ്ഞാൽ ആക്സിലറേഷൻ കുറയും. നോട്ട് ഇറ്റ്. നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സ്വന്തമായി എഴുതാം. എന്ത് സ്വന്തമായി എഴുതുന്നത്? ദാറ്റ് ഈസ് ആക്സിലറേഷൻ ഓഫ് സോളിഡ് സ്പിയറിന്റെ മൂവ്മെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് 2/5 mr square. ഐ എന്ന് പറയുന്നത് 2/5 mr square. അപ്പൊ എല്ലാവരും പെട്ടെന്ന് സോളിഡ് സ്പിയറിന്റെ എഴുതിയിട്ട് എനിക്ക് അയച്ചു 2/5 mr square പെട്ടെന്ന് അയച്ചു. ബാക്കിയുള്ളവര് ഇതൊന്നുമില്ല ഇവിടെ. ആകെ എന്താ പഠിപ്പിച്ചെന്ന്? ജി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഐ ബൈ mr സ്ക്വയർ ഈ ഫോർമുലയിൽ ഇട്ട് കൊടുക്കാണ്. ജി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ഐന്റെ സ്ഥാനത്ത് എന്താണ് 2/5 mr സ്ക്വയർ എന്ന് കൊടുത്തു. അത്രേ ഉള്ളൂ. ശ്രദ്ധിച്ചിരുന്ന് കഴിഞ്ഞാൽ ആൻസർ കിട്ടി. ജി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് 2/5 എന്താവും? It's become 5 plus 2/5. It's become g sin theta divided by 7/5. അഥവാ 5/7 g sin theta എന്ന് വരും. ശരി, എന്റെ ചോദ്യം അതൊന്നല്ല. ഇതില്
ഇപ്പൊ എല്ലാം കൂടി മോളിൽ നിന്ന് ഉരുട്ടി വിട്ടു ഒരേ സമയം. റിങ്ങും ഡിസ്കും ഹോളോസ്ഫിയറും സോളിഡ് സ്ഫിയറും എല്ലാം ഒരേ മാസമുള്ള സാധനം ഉരുട്ടി വിട്ടു. ഒരേ മാസമുള്ള സാധനം ഉരുട്ടി വിട്ടു. ഏതാണ് ഫസ്റ്റ് നിലത്തെത്തുക? വിച്ച് വൺ വിൽ ബി റീച്ചസ് ദ ഗ്രൗണ്ട് ഫസ്റ്റ്? Which one will be reaches the ground first? My question is, at a time we just roll ring, disc, holosphere and solar sphere, and which one will be reaches the first? ഏതാ ഫസ്റ്റ് എത്തുക? ഏതാ ഫസ്റ്റ് എത്തുക? ഡിസ്ക് അല്ലേ? എല്ലാം ഒരുമിച്ച് എത്തും എന്നാണോ? ഭയങ്കര കൺക്ലൂഷൻ ആയി പോയി. ഡിസ്ക് ആണോ? വാട്ട് അബൌട്ട് സോളിഡ് സ്ഫിയർ? What about solid sphere? What's the acceleration of solid sphere while rolling down? ഏതാണ്? What's the acceleration of solid sphere? It is 0.7 g sin theta. 0.7 g sin theta, which is greater than what? 0.66 sin theta. So first one is solid sphere because it is 0.7 g sin theta. Clear? After that 0.6. അടുത്ത നാലാമതായി എത്തുന്നതാണ് റിങ്. മനസ്സിലായോ? ആരെ ഫസ്റ്റ് എത്തുക? സോളിഡ് സ്ഫിയർ. ആരെ സെക്കൻഡ് എത്തുക? ഓ ഡേ നിങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. ആർക്കാ കൂടുതൽ ആക്സിലറേഷൻ? അവര് ഫസ്റ്റ് എത്തും. സെക്കൻഡ് ഡിസ്ക്. തേർഡ് ഹോളോസ്ഫിയർ. ഫോർത്ത് റിങ്. ഹോളോസ്ഫിയർ കഴിഞ്ഞ റിങ്. ഇതിനകത്ത് കുറച്ച് ടഫ് ആയിട്ടുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ചോദ്യം ഇങ്ങനെയാണ്. അപ്പൊ ഓർഡർ അറിയണം കേട്ടോ. സോളിഡ് സ്ഫിയറും ഡിസ്കും ഹോളോ റിങ്ങും ആദ്യം ഫസ്റ്റ് എത്തുന്നത് സോളിഡ് സ്ഫിയർ, പിന്നെ അടുത്തത് ഡിസ്ക്, പിന്നെ ഹോളോസ്ഫിയർ, പിന്നെ റിങ്. ഈ ഓർഡർ ആണ്. ചോദ്യം അതല്ല. What is the ratio of time taken by hollow sphere and solid sphere? അതിന്റെ ടൈമിന്റെ റേഷ്യോ എന്താണെന്നാണ്. ഇങ്ങനെ ഒരു ചോദ്യം ഡയറക്ട്ലി വരികയാണെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ലോജിക് യൂസ് ചെയ്തിട്ട് ഇത് സോൾവ് ചെയ്യും? ഒറ്റയടിക്ക് ഈ ഒരു ചോദ്യം നിങ്ങളുടെ ഫ്രണ്ടിൽ വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ലോജിക് യൂസ് ചെയ്തിട്ടാണ് ഈ പ്രോബ്ലത്തെ അപ്രോച്ച് ചെയ്യുക? വാട്ട്സ് എ ലോജിക്? ഹോളോസ്ഫിയറും സോളിഡ് സ്ഫിയറും ഒരേ സമയം വെച്ചു, ഒരേ ഹൈറ്റ്, ഒരേ ഇതാണെന്ന് വിചാരിക്കുക. ഇത് സോളിഡ്, മറ്റേത് ഹോളോ. അറ്റ് എ ടൈം ഒരേ ഹൈറ്റ് വരികയാണ്. വിച്ച് വൺ വിൽ ബി റീച്ചസ് ഫസ്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. സോളിഡ് സ്ഫിയർ ആണ് എത്തുക.
പിന്നെയാണ് ഹോളോസ്ഫിയർ എത്തുക. അപ്പൊ ഇതിന്റെ ടൈം ഇത് T1 ആണ്, ഇത് T2 ആണ്. എന്ത് ലോജിക് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക? എല്ലാം അതൊക്കെ ഓക്കെയാണ്, ആക്സിലറേഷൻ ഒക്കെ ഓക്കെയാണ്. പക്ഷെ എങ്ങനെ നിങ്ങൾ ആ ടൈമിന്റെ സംഭവത്തിലേക്ക് എത്തും? ആക്സിലറേഷൻ ഒക്കെ അറിയാം, ടൈമിന്റെ സംഭവത്തിലേക്ക് എങ്ങനെ എത്തും? എന്ത് ഫോർമുല കൊടുക്കും? കൈനമാറ്റിക് ഇക്വേഷൻ. ആ ഓക്കെ ഗുഡ്. ഏത് ഇക്വേഷൻ കൊടുക്കും? ഏത് ഇക്വേഷൻ കൊടുക്കും? ഏതാണ്? ഒമേഗ ഈക്വൽ ടു ഒമേഗ 0 പ്ലസ് ആൽഫ ടി. അത് പറ്റില്ല. അതില് നമുക്ക് അതിന് വെലോസിറ്റി ഒന്നും തന്നിട്ടില്ല, ഒമേഗ ഒന്നും തന്നിട്ടില്ല. പിന്നെന്ത് കൊടുക്കും? അവിടെയാണ് കൈനമാറ്റിക് ഇക്വേഷൻ കൊടുക്കണ്ടേ. ഏത് ഇക്വേഷൻ കൊടുക്കും? It is rest, starting from rest. Then ഡെൽറ്റ തീറ്റ. ഡെൽറ്റ തീറ്റ എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ ഇതെന്തായാലും റോൾ ചെയ്ത് താഴേക്ക് എത്തുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് രണ്ടും ഉണ്ട്, റോളിംഗും ഉണ്ട് പ്ലസ് എന്തും ഉണ്ട്, റെക്റ്റിലീനിയർ മോഷനും കൂടി ഉണ്ട്, അഥവാ ലീനിയറും ഉണ്ട്. അപ്പൊ ഒരേ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഇത് വന്നിരിക്കുന്നത്. h ഹൈറ്റ് ആണ്, 2h ഹൈറ്റ് ആണ് അല്ലെ, രണ്ടും ഒരേ അല്ലെങ്കിൽ ഒരേ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഇത് വന്നിരിക്കുന്നത്. സോ s ഈക്വൽ ടു ut പ്ലസ് ഹാഫ് at സ്ക്വയർ കൊടുക്കാം. സോ രണ്ടും ഒരേ ഡിസ്റ്റൻസ് ആണ് വന്നിരിക്കുന്നത്. ഇതും ഒരേ ഹൈറ്റ് എന്നാ വരുന്ന h1 ഉം h2 ഈക്വൽ ആണ്. സോ s അഥവാ നമുക്ക് എന്ത് പറയാം, ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു 0, ഇനീഷ്യൽ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് ആയതുകൊണ്ട് 0 പ്ലസ് ഹാഫ് ഇൻറ്റു a ഇൻറ്റു t1 സ്ക്വയർ s1. ഓക്കെ, s2 എന്ന് പറയുന്നത് 0 പ്ലസ് ഹാഫ് ഇൻറ്റു a ഇൻറ്റു t2 സ്ക്വയർ. ഇത് രണ്ട് ഈക്വൽ ആണ്. ഓക്കെ, ആദ്യത്തെ ആക്സിലറേഷൻ a1, രണ്ടാമത്തെ ആക്സിലറേഷൻ a2. That means s1 equal to s2. Both moves the same displacement or both moves the same height. So what will be the answer? S1 equal to S2. S1 equal to S2. That means half into A1 into T1 square is equal to half into A2 into T2 square. Half get cancelled, and this answer become A1 T1 square is equal to A2 T2 square. We need to find what? T1 square divided by T2 square, ratio of the time taken, which will be equal to A2 by A1. Adava T1 by T2 is equal to what? Root of A2 by A1. What is T1 by T2? Root of A2 by A1. What is A2? What is the acceleration of this A2? A2, I think we just want to show. No, this is h1, this is h2. What is a1 and a2? So a1, a2 0.7, 0.6. 0.7 g sin theta. This is 0.6 g sin theta. So this is 0.6 T1 by T2. A2 is 0.6 g sin theta divided by 0.7 g sin theta. G sin theta will come 0.6 divided by 0.7.
This is solid to hollow. Solid to hollow. You got it? മനസ്സിലായോ? Yes, sir. Okay. മനസ്സിലായി കഴിഞ്ഞാൽ നന്നായി, പരിപാടി കഴിഞ്ഞു. അത്രേ ഉള്ളൂ. ചാപ്റ്ററിന്റെ ഭൂരിഭാഗം ചോദ്യങ്ങളും നിങ്ങൾ ഇതേപോലെ തന്നെ ഓരോന്നിന്റെയും ടൈം ടേക്കൺ ചോദിക്കും. ടൈം ടേക്കൺ ചോദിക്കും. നോട്ട് ചെയ്ത് വെക്കും. നോട്ട് ചെയ്ത് വെക്കും. എനിക്ക് അയച്ചു തരേണ്ടത് ഇതേ ചോദ്യം തന്നെ മാറ്റി ഡിസ്കും റിംഗും ആക്കി. അതിന്റെ ഡിസ്ക് ടു റിംഗ് റേഷ്യോ അയച്ചു തരണം. എനിക്ക് അയച്ചു തരണം, ചെയ്തിട്ട് അയച്ചു തരണം. എല്ലാവരും ചെയ്തിട്ട് അയച്ചു തരണം. ഓക്കെ, ക്ലാസ് ഇതപ്പോ കഴിഞ്ഞു. ക്ലാസ് ഇതാ തീരാണ്. അത് കഴിഞ്ഞ് അയച്ചു തരണം. പിന്നെ അതേപോലെ തന്നെ എനിക്ക് ഈ സാധനം ഇനിയിപ്പോ എന്തൊക്കെയാണ് ഉള്ളത് അതിനകത്ത്? അതേപോലെ തന്നെ എനിക്ക് ആക്സിലറേഷൻ ഓഫ് ഹോളോ സിലിണ്ടർ, ആക്സിലറേഷൻ ഓഫ് സോളിഡ് സിലിണ്ടർ, ഇത് കണ്ടുപിടിച്ചിട്ട് അയച്ചു തരണം. ഓക്കെ, എനിക്ക് ഇതൊക്കെ ഇപ്പൊ തന്നെ വേണം കേട്ടോ, ക്ലാസ് കഴിഞ്ഞതും. ഇങ്ങനെ ചെയ്യണമെങ്കിൽ വാല്യൂ മാത്രമേ മാറ്റേണ്ടി വരുള്ളൂ. ആ മതി മതി. അതാണ് ഇപ്പൊ നിങ്ങൾ ഷോർട്ട് കട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കില്ലേ? എന്തോന്നാ ഷോർട്ട് കട്ട്? ഇത് ഉണ്ടാക്കി ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. എന്ത് എഴുതി വെച്ചിരിക്കുകയാണ്? T1 is equal to T2 is equal to root of എന്താ ആക്സിലറേഷൻ ഓഫ്, അതായത് ഇപ്പോ ടൈമും T1 by T2 is equal to root of A2 by A1. ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞാൽ മതി. ഇതാണ് അവർ ഷോർട്ട് കട്ടായി പഠിച്ചു വെക്കുന്നത്. മനസ്സിലായ? ഈ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് എന്താ? നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അവസാനത്തെ ഫോർമുല എടുത്തിട്ട് കാണാതെ പഠിച്ചു വെക്കുന്നതിനെയാണ് ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. ഇത് പഠിച്ചു വെക്കും, എന്നിട്ട് എക്സാമിന് പോകുന്ന സമയത്ത് എൻട്രൻസ് എക്സാമിന് ഇത് ഡയറക്റ്റ്ലി ഇട്ടു കൊടുക്കും. ഇത്രയേ ഉള്ളൂ. അപ്പോ ഇത്രയും നേരം എന്തൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ചിലവരെന്ത് ചെയ്യും? ഇതൊക്കെ പഠിച്ചിട്ട് പോകും, റേഷ്യോ തന്നെ പഠിച്ചിട്ട് പോകും. അപ്പൊ പിന്നെ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ പിന്നെ നോക്കിക്കൊണ്ട് ആൻസർ ചെയ്താൽ മതി, ഇതും ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഇത് പഠിച്ചിട്ട് പോകുക. ഇത് പഠിച്ചിട്ട് പോകണമെന്നാണ് ഏറ്റവും സിമ്പിൾ. എല്ലാത്തിനും ആയി, എല്ലാ കാര്യങ്ങൾക്കും ആയി. ഇനി വേണമെങ്കിൽ ചില ആളുകൾ ഇതൊക്കെ പഠിച്ചിട്ട് പോകും, ഇതൊക്കെ കാണാതെ പഠിച്ചിട്ട് പോകും. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും കാണാതെ അറിയണം. G sin theta divided by I plus mr square. ഓക്കെ, അപ്പൊ ഈ 3 ഫോർമുലാസ് എങ്കിലും നമുക്ക് അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കണം. ഒന്നത്, ദെൻ ഇത്, 3 ഫോർമുലാസ്. ഒന്ന് ഫോഴ്സ്, ഒന്ന് ആക്സിലറേഷൻ, ദെൻ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. ചിലപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ചോദിക്കാം, മ്യൂ ചോദിക്കാം, അല്ലെങ്കിൽ ഫോഴ്സ് ചോദിക്കാം. അതും അല്ല എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ. ആക്സിലറേഷൻ. അപ്പൊ ഇത് 3 നോട്ട് ചെയ്ത് വെക്കും. ഇത്രയും നമ്മൾ ഇന്ന് പഠിച്ചു.
അപ്പൊ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഞാൻ അയച്ചു തരാം. ഓക്കെ, അപ്പോ ബൈ. ഓക്കെ സർ, ബൈ. Bye, sir. Bye, sir. ബൈ.